ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇന്ന് എന്ത് കറി ഉണ്ടാക്കുമെന്ന് ആലോചിച്ച് സമയം കളയാറുണ്ടോ? ഞാൻ വെറും 2-3 മണിക്കൂർ കൊണ്ട് ചെയ്ത മീൽ പ്രപ്പ് എൻ്റെ ഒരാഴ്ച എങ്ങനെ സേവ് ചെയ്തു എന്നത് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഞാൻ ഒരാഴ്ചത്തേക്കുള്ള മീൽ പ്രപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ അടുത്തുള്ള ലോക്കൽ മാർക്കറ്റിൽ പോയി വെജിറ്റബിൾസും മീനും അങ്ങനെയുള്ള അത്യാവശ്യം കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങാറുണ്ട്. സൂപ്പർ മാർക്കറ്റിൽ ഞാൻ മീൽ പ്രപ്പിന് വേണ്ടിയിട്ട് പോകാറില്ല. കാരണം ലോക്കൽ മാർക്കറ്റിലാകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഫ്രഷ് വെജിറ്റബിൾ ആയാലും മീനായാലും ഒക്കെ കിട്ടും. പിന്നെ നെത്തോലിയും നെയ്മത്തിയാണ് ഞങ്ങൾ വാങ്ങിയ മീൻ. നെത്തോലി ഞങ്ങൾ വാങ്ങാറേ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഇടയായിട്ട് ഞാനും ചേട്ടനും കിങ്ങിണിയും നെത്തോലി ഫാൻസാണ്. കാരണം അതിങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്ത് ചൂടോടെ കറുമുറ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ 2 ദിവസത്തേക്കുള്ള മീൻ മാത്രമേ ഞാൻ മസാല തേച്ച് വെച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇങ്ങനെ നിറച്ച് വെള്ളം ഒഴിച്ച് ഫ്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ചിക്കനും ഉണ്ടായിരുന്നു, അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾക്ക് 5 ദിവസത്തേക്കുള്ള മീനും ചിക്കനും ഉണ്ട്. ബാക്കി 2 ദിവസം മുട്ടയോ അല്ലെങ്കിൽ സോയാബീനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഞാൻ എടുക്കുക. 4-5 ദിവസം ഫ്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല ഫ്രഷ് മീൻ നോക്കി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വെജിറ്റബിൾസ് ആയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് വെണ്ടയ്ക്ക, ക്യാരറ്റ്, പയർ, ബീട്രൂട്ട്, പാവയ്ക്ക, ഇത്രയും ഐറ്റംസാണ്. മീൽ പ്രപ്പ് തയ്യാറാക്കുമ്പോൾ ഞാൻ അങ്ങനെ ഒരു പ്ലാൻ എഴുതി വെക്കുമോ അങ്ങനെയൊന്നുമില്ല. എൻ്റെ മനസ്സിലൊരു കാൽക്കുലേഷൻസ് ഉണ്ടാവും. ഇന്ന ദിവസങ്ങളിൽ ഇന്ന കറികൾ വെക്കണം, ഒരാഴ്ചത്തേക്ക് ഇത്രയും സാധനങ്ങൾ വേണം, അങ്ങനെ. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ പച്ചക്കറിയും മീനും ഒക്കെ വാങ്ങാറുണ്ട്. നോർമൽ വാട്ടറിൽ ഞാൻ 2 പ്രാവശ്യം നന്നായിട്ട് പച്ചക്കറി എല്ലാം കഴുകും. അല്ലാതെ ഇങ്ങനെ സാധാരണ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് വയ്ക്കുക അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. മാർക്കറ്റിലേക്ക് പോകുമ്പം ചെറിയൊരു പ്ലാന് എൻ്റെ മനസ്സിലുണ്ടായിരിക്കുമെങ്കിലും അവിടെ പോകുമ്പോൾ എന്തൊക്കെ പച്ചക്കറികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ നോക്കി വാങ്ങുകയാണ് ചെയ്യാറ്. എല്ലാ ആഴ്ചയിലും ഞങ്ങൾ ചീര വാങ്ങാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം പോയപ്പോൾ ചീര കിട്ടിയില്ല. പിന്നെ ഈ ഒരു സിപ്പ് ലോക്കിലാണ് ഞാൻ മീൽ പ്രപ്പ് ചെയ്ത് വെക്കാറുള്ളത്. ഇത് ഞാൻ ആമസോൺ വഴി വാങ്ങിയതാണ്. 9 പീസ് 92 രൂപ, അത്ര റേറ്റൊക്കെ വരുന്നുള്ളൂ. പച്ചക്കറിയെല്ലാം നന്നായിട്ട് കഴുകിയ ശേഷം ഇതുപോലെ ഒരു തോർത്തിലോ അല്ലെങ്കിൽ ടവലിലോ നമ്മൾ അത് ഉണങ്ങാനായിട്ട് വയ്ക്കുക. നമുക്ക് എല്ലാ പച്ചക്കറിയും ഇങ്ങനെ തുടച്ചെടുക്കാൻ പറ്റില്ലല്ലോ. ക്യാരറ്റൊക്കെ ബീട്രൂട്ടൊക്കെ തുടച്ചെടുക്കാം, പക്ഷേ ഇങ്ങനെ വെണ്ടയ്ക്ക, പാവയ്ക്ക, പയർ അതൊക്കെ തുടച്ചെടുക്കുന്നത് കുറച്ച് ഇമ്പോസിബിളാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൽ പ്രപ്പ് ചെയ്യുമ്പോൾ മാക്സിമം വെള്ളത്തിൻ്റെ ഒരു അംശം ഇല്ലാതാക്കാൻ നോക്കുക. മാക്സിമം ഒന്നല്ല, വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ചിലപ്പോൾ പച്ചക്കറി നമ്മൾ അരിഞ്ഞ് വെച്ചതെല്ലാം കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ബീട്രൂട്ട് ഞാൻ അങ്ങനെ ചെയ്തില്ല. ബീട്രൂട്ട് തൊലി കളഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഞാനൊരു ടവൽ ഉപയോഗിച്ച് നന്നായിട്ട് വെള്ളമെല്ലാം തുടച്ചെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഈ ചോപ്പർ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഭയങ്കര ആശ്വാസമാണ്. കാരണം ഇല്ലെങ്കിൽ ഒത്തിരി സമയം ഇങ്ങനെ ഇരുന്ന് കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ചോപ്പറിൽ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ സിപ്പ് ലോക്ക് കവറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത വെജിറ്റബിൾസ് ഇടുമ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് അതിനകത്ത് ആ എയർ ഫുള്ള് വെളിയിലേക്ക് കളഞ്ഞിട്ട് മാത്രമേ വെജിറ്റബിൾസ് അതിനകത്ത് കീപ്പ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കും പോലെ കൈവച്ച് നമ്മൾ നന്നായിട്ട് എയർ പുറത്തേക്ക് കളയുക, അല്ലെങ്കിൽ ചിലപ്പോൾ കേടുവരാൻ ചാൻസ് ഉണ്ട്. നമുക്കിതിനെ മീൽ പ്രപ്പെന്നോ കിച്ചൺ പ്രപ്പെന്നോ എന്ത് വേണമെങ്കിലും പറയാം. കാരണം ഞാൻ കുക്കിംഗ് പൂർണ്ണമായിട്ട് ഇതിനകത്ത് ചെയ്യുന്നില്ല. ഇതുപോലെ നന്നായിട്ട് കൈകൊണ്ട് എയർ പുറത്തേക്ക് കളയുക. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് അതൊക്കെ. അതിനുശേഷം നമ്മുടെ കൈ അവിടെ വെച്ചിട്ട് തന്നെ ലോക്ക് ഇട്ട് എടുക്കുക. ലോക്ക് നന്നായിട്ട് ഒന്ന് വീണിട്ടുണ്ടോയെന്ന് ഒന്നുകൂടി ഒന്ന് റീചെക്ക് ചെയ്യണം. ഈ മീൽ പ്രപ്പ് എന്ന് പറയുന്ന കാര്യം ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാറ്റഗറി ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അത് കൂടുതലും ഒരു 70% നമ്മുടെ പഴയ തലമുറയിൽപ്പെട്ട നമ്മുടെ അമ്മമാരോ അമ്മമ്മമാരോ അവരൊക്കെ ആയിരിക്കാം. എന്നാൽ ഇന്നത്തെ ജനറേഷനിലുള്ള ആൾക്കാരും ഇത് ഇഷ്ടപ്പെടാത്തവരുണ്ട്. അങ്ങനെയുള്ള ആ ഒരു കാറ്റഗറി ആളുകൾ ഇതിനെ കാണുന്നത് ജോലി ചെയ്യാനുള്ള മടി, അല്ലെങ്കിൽ രാവിലെ ഉറക്കം എണീക്കാനുള്ള മടി, അങ്ങനെയാണ്. മീൽ പ്രപ്പ് ചെയ്യുന്നത് വർക്കിംഗ് വുമൺസിനാണ് കുറച്ചുകൂടി നല്ലത്. അങ്ങനെയൊന്നുമില്ല, ഹൗസ് വൈഫ് ആയിട്ടുള്ളവർക്കും മീൽ പ്രപ്പ് ചെയ്ത് വെക്കാവുന്നതാണ്. നമുക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാൻ പറ്റും. മാത്രമല്ല അതിനേക്കാളും ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്കൊരാഴ്ച കടന്നു പോകും. കാരണം എല്ലാവരുടെയും രാത്രിയിൽ അല്ലെങ്കിൽ നമ്മളൊരു ഡേയിൽ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിക്കാതിരിക്കില്ല നാളത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കും, ചോറിന് എന്തൊക്കെ കറികളുണ്ടാക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ മീൽ പ്രപ്പ് ചെയ്ത് വെക്കുന്നതിലൂടെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക വേണ്ട. പിന്നെ ഇതിനിടയിൽ കുറച്ച് എളുപ്പപ്പണി നോക്കി ക്യാരറ്റ് എല്ലാം കൂടി ഒരുമിച്ച് ചോപ്പ് ചെയ്യാൻ നോക്കിയതായിരുന്നു, പക്ഷേ പറ്റിയില്ല. പിന്നെ എടുത്ത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് കൊടുത്തു. പിന്നെ പലരുടെയും സംശയമാണ്, എനിക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു, മീൽ പ്രപ്പ് ചെയ്തതിലൂടെ, അതായത് ഈ വെജിറ്റബിൾസ് ഇങ്ങനെ കട്ട് ചെയ്ത് സൂക്ഷിക്കുന്നതിലൂടെ അതിൻ്റെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടുമെന്നത്. ഒരാഴ്ചത്തേക്ക് കട്ട് ചെയ്ത് സൂക്ഷിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. വലുതായിട്ട് അങ്ങനെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടില്ല. പിന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെക്കുന്നതിനേക്കാളും ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. കുക്ക് ചെയ്ത് വെക്കുമ്പോഴാണ് ചിലപ്പോൾ പറയാൻ പറ്റില്ല, എന്തെങ്കിലും പോയ്സൺസ് ആവാൻ ചിലപ്പോൾ
അങ്ങനെ വെജിറ്റബിൾസ് അങ്ങനെ വലുതായിട്ട് പോയ്സണസ് ആവാറില്ല. എന്നാലും പിന്നെ ചിലപ്പോൾ ഗുണങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്നും വരാം. നമ്മളങ്ങനെ കുക്ക് ചെയ്ത് വയ്ക്കുന്നില്ല, എല്ലാം കട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് മാത്രമേ വയ്ക്കുന്നുള്ളൂ. നമ്മുടെ സൊസൈറ്റിയിൽ പല തരത്തിലുള്ള പല ടൈപ്പിലുള്ള ആൾക്കാരാണുള്ളത്. ചിലർ എത്ര ബിസി ആണെങ്കിലും അല്ലെങ്കിൽ ഇനി എന്ത് ജോലിയാണെങ്കിലും അവർ രാവിലെ എണീറ്റ്, അതായത് വെളുപ്പാങ്കാലത്തേ എണീറ്റ് ഇങ്ങനെ അടുക്കളയിൽ കിടന്ന് ശ്വാസം വിടാതെ ഓടി ജോലി തീർക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ എന്നെ പോലെ അല്ലെങ്കിൽ ഇങ്ങനെ മീൽ പ്രിപ്പൊക്കെ ചെയ്ത് വയ്ക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ, ആ കാറ്റഗറി, ഫസ്റ്റ് ഞാൻ പറഞ്ഞ കാറ്റഗറിയിലുള്ളവർ അത് തന്നെ തുടരുക. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനത്തെ മീൽ പ്രിപ്പെന്ന് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് കാണുമ്പോഴോ വല്ലാത്ത ദേഷ്യം തോന്നും. പിന്നെ ഞാൻ ഈ സവാള, ചെറിയുള്ളി, പൊട്ടറ്റോ അതൊന്നും ഇങ്ങനെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറില്ല. കാരണം അതിൽ ഞാൻ കുറച്ച് പഴയ ചിന്താഗതിക്കാരിയാണ്. കാരണം അതത്ര നല്ലതല്ല എന്ന് ഞാൻ ചില ഡോക്ടേഴ്സിൻ്റെ വീഡിയോയിലും അല്ലാതെയൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതും ചെയ്ത് വെക്കുന്നവരുണ്ട്. അത് പ്രശ്നമാണെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല, എനിക്കതിനോട് താല്പര്യവും ഇല്ല. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ മെയിനായിട്ടും കാണിച്ചിട്ടുള്ളത് ലഞ്ചിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസാണ്. ഇതുപോലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടും ചെയ്യാറുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവ് വാങ്ങുക എന്നുള്ളതാണ്. ഞാൻ ദോശയുടെയും അപ്പത്തിൻ്റെയും ബാറ്റർ വാങ്ങി സൂക്ഷിക്കാറുണ്ട്. അതായത് ഒരു കിലോ ദോശയുടെ ബാറ്റർ ഞങ്ങൾക്ക് 2 മാക്സിമം 3 ദിവസത്തേക്ക് പോകാറുണ്ട്. പിന്നെ അപ്പത്തിൻ്റെ ആയാലും 2-3 ദിവസത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഒരാഴ്ചയിൽ 6 ദിവസവും അല്ലെങ്കിൽ ദോശ, അപ്പം, പിന്നെ ദോശ മാത്രമല്ല ഇഡ്ഡലിയും ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ പോകാറുണ്ട്. പിന്നെ പുട്ട്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ട് ഉണ്ടാക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ കോൺഫ്ലെക്സ് ഉണ്ടാക്കാറുണ്ട്. ഇടിയപ്പം വർക്കിംഗ് ഡേയ്സിൽ ഇടിയപ്പം ഉണ്ടാക്കൽ കുറവാണെന്നല്ല, ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. കാരണം ഇടിയപ്പത്തിനൊക്കെ കുറച്ച് സമയം വേണമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാനത് അതിനുള്ള മെനക്കിടാറില്ല ഇടിയപ്പം രാവിലെ എണീറ്റ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഇത് പയർ മുളപ്പിക്കാൻ വെച്ചതാണ്. ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം, മുളപ്പിച്ച പയർ കഴിക്കുന്നത് സാധാരണ നമ്മൾ നോർമലി പയർ കഴിക്കുന്നതിനേക്കാളും ഇരട്ടി ഗുണമാണ്. ഞാനിപ്പോൾ മീൽ പ്രിപ്പ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇടയായിട്ട് കുറച്ച് എനിക്ക് സമയക്കുറവുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഐഡിയ, ഇത് ആര് കണ്ടുപിടിച്ചതാണെങ്കിലും ഇതൊരു സൂപ്പർ ഐഡിയ തന്നെയാണ്. ഈ മീൽ പ്രിപ്പ് ചെയ്യുന്നതിലൂടെ ഞാൻ ഭയങ്കര ടെൻഷൻ ഫ്രീ ആണ്. മുൻപും ഞാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അപ്പോൾ ഞാൻ ഹൗസ് വൈഫായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ടൈം ഉണ്ടായിരുന്നു. ഇപ്പോൾ ടൈമിൻ്റെ കുറവ് കാരണമാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. എന്ന് വെച്ച് വർക്കിംഗ് വുമൺസിന് മാത്രമുള്ളതാണ് മീൽ പ്രിപ്പ് എന്നല്ല. ഉറപ്പായിട്ടും ഹൗസ് വൈഫായിട്ടുള്ളവർക്കും ഇത് ചെയ്യാം. കാരണം നമ്മുടെ ബാക്കി സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കറികളൊന്നും ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെക്കാറില്ല. പക്ഷേ മെഴുക്ക് വരട്ടിയും തോരനും ഒക്കെ ഇപ്പോൾ ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ നാളത്തേക്കും കൂടി എടുത്ത് മാറ്റി വെക്കാറുണ്ട്. കാരണം ഇത്രയും ഞങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് ചിലപ്പോൾ ആവശ്യമായിട്ട് വരില്ല. അപ്പോൾ ബാക്കി ബാലൻസ് ഉള്ളത് നാളത്തേക്കും കൂടി എടുക്കാറുണ്ട്. പിന്നെ ഇതുപോലെ സിപ്ലോക്ക് കവറിൽ തന്നെ ആക്കി വെക്കണമെന്നില്ല. ചെറിയ കണ്ടെയ്നേഴ്സിലും കീപ്പ് ചെയ്യാം. പക്ഷേ സിപ്ലോക്ക് കവറാകുമ്പോൾ കുറച്ചുകൂടി സ്പേസ് നമുക്ക് ലാഭിക്കാൻ പറ്റും. കണ്ടെയ്നേഴ്സ് ആകുമ്പോൾ നമുക്ക് അത്രത്തോളം അതിനുള്ള സ്പേസ് വേണം. അങ്ങനെ വെറും 2-3 മണിക്കൂറിൽ ഒരാഴ്ചത്തെ എൻ്റെ പകുതിയിലേറെ അടുക്കള ജോലികൾ തീർന്നിരിക്കുകയാണ്. ഒരാഴ്ചയിലേക്കുള്ള വെജിറ്റബിൾസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഫ്രീസറിൽ സൂക്ഷിക്കുന്നില്ല. പകരം ഫ്രിഡ്ജിൻ്റെ ഈ രണ്ടാമത്തെ ആ ഒരു തട്ടുണ്ടല്ലോ, അവിടെയാണ് ഞാൻ വെക്കുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചുകൂടി കൂളിങ് കൂടുതൽ ആ ഒരു സ്ഥലത്ത് ആണെന്നാണ്. പിന്നെ ഇങ്ങനെയുള്ളപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കിയെടുക്കാനും പറ്റും. വിസിബിൾ ആയിരിക്കും നന്നായിട്ട് എന്തൊക്കെയാണ് ഉള്ളതെന്ന്. എല്ലാ ആഴ്ചയിലും ഈ സെയിം മെനു അല്ല ഞാൻ ഫോളോ ചെയ്യുന്നത്. അടുത്ത ആഴ്ചയിൽ ഈ ആഴ്ച എന്തൊക്കെ പച്ചക്കറികളാണോ വാങ്ങാത്തത് അത് വാങ്ങാറുണ്ട്. പിന്നെ പച്ചമുളകും തക്കാളിയൊന്നും ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് വെക്കാറില്ല. തക്കാളി കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആകെ കുളമാകും. കാരണം അതൊരു വാട്ടറി കൺസിസ്റ്റൻസി ആണല്ലോ. അല്ലെങ്കിലും അതൊന്നും അങ്ങനെ കട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. കട്ട് ചെയ്യാൻ നമുക്ക് വലിയ ടൈമും വേണ്ടല്ലോ. പിന്നെ പച്ചമുളക് ഞാനിങ്ങനെ ഒടിച്ചു മാറ്റിയിട്ടാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ദിവസം അത് ഫ്രഷ് ആയിട്ടിരിക്കും. തക്കാളിയും പച്ചമുളകും ഞാൻ ചെറിയൊരു കണ്ടെയ്നർ ബോക്സിലാക്കി അതുപോലെ അങ്ങ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത്രയും പച്ചക്കറികൾ കട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ വേസ്റ്റ് ഒരുപാടുണ്ടാകും. അതിപ്പോൾ നമ്മളിങ്ങനെ കൗണ്ടർ ടോപ്പിൽ വാരി വലിച്ചിടാതെ ഇതുപോലൊരു പാത്രത്തിൽ വേസ്റ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത്ര മെസ്സിയായിട്ട് തോന്നില്ല.
പിന്നെ കിങ്ങിണിക്കുട്ടിക്കും ചേട്ടനും ചോറിൻ്റെ കൂടെ ഒഴിച്ചുകറി കുറച്ച് നിർബന്ധമാണ്. അപ്പോൾ ഞാനിന്ന് രസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ രസം ഞങ്ങൾക്ക് 3 ദിവസത്തേക്ക് സുഖമായിട്ട് എടുക്കാം. പിന്നെ അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ ഞാൻ തീയൽ ഉണ്ടാക്കി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ട് ഒരു വെനസ്ഡേയോ തേഴ്സ്ഡേയോ തീയൽ ഉണ്ടാക്കും. അതിനുള്ള തേങ്ങ ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഒരു 2-3 ദിവസത്തേക്ക് എടുക്കാം. തേങ്ങ ഞാനിവിടെ 2 എണ്ണമാണ് ഫ്രീസ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. തേങ്ങ ഞാൻ ഫ്രിഡ്ജിലല്ല, പകരം ഫ്രീസറിലാണ് വെക്കുന്നത്. കാരണം ഒരാഴ്ചത്തേക്ക് ചിലപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കേടുവരാൻ ചാൻസ് ഉണ്ട്. പിന്നെ മല്ലിയില വർഗ്ഗങ്ങളൊന്നും കഴുകി വെക്കാൻ പാടില്ല. മല്ലിയില ഞാനിങ്ങനെ വേര് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത് സിപ്ലോ കവറിലാക്കി അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കുവാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ അടുക്കള ജോലികൾ ഞാൻ വളരെ ഈസിയാക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.